ബോസ് റിലേറ്റഡ് അല്ല. മറ്റേ ഇൻട്രോ പറയണ്ടേ? ഇൻട്രോ പറയണോ? നല്ല മനസ്സിലാവും. വേണ്ട, അഭിനയിച്ച് കാണിച്ചാ പോരെ? ആ, സമയം എടുക്കുമായിരിക്കാം. ബിഗ് ബോസ് എനിക്ക് 5 മിനിറ്റ് തരുമോ? ആ, ഓക്കെ. സ്റ്റാർട്ട് ചെയ്യാണേ. സാറേ, ഈ എന്താ പേരെന്നാ പറഞ്ഞേ? രോഹിത്തിന്റെ മുറി ഏതാണ്? ആ, പോവാല്ലേ? തുറന്നോളൂ. അതെ, മനസ്സിലായില്ല. മനുവിന്റെ അമ്മയാ. ആ, എനിക്കാ വയ്യ. വേണ്ട. എങ്ങനെയുണ്ട് മോന്? കുഴപ്പമില്ല, ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ശരിയായിക്കോളുന്നാ ഡോക്ടർ പറഞ്ഞത്. നമ്മൾ ആദ്യമായിട്ട് കാണണേ. എന്റെ മോനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഫോട്ടോ ഞാൻ ചോദിച്ചു, അവര് കാണിച്ചില്ല. മിടുക്കനായിരുന്നു, മോനെപ്പോലെ തന്നെ. തൊട്ടോട്ട് നമുക്കറിയല്ലേ. ഇവിടെ ഉണ്ടല്ലോ. വിഷുവിന് പോയത് എപ്പോഴും പറയും ഹെൽമെറ്റ് ഒക്കെ വെച്ച് പോണെന്ന്. കേൾക്കൂല. ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് പോയതാ. പിന്നെ വന്നോളൂ. ഈ കൂട്ടുകാരൊക്കെയാ പറഞ്ഞേ, ഒരു നല്ല കാര്യം മനുവിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഞാനും വിചാരിച്ചു ഇങ്ങനെ കാണാമല്ലോ. അമ്മ വിഷമിക്കല്ല, അമ്മയുടെ മനു ഇവിടെ ഉണ്ടല്ലോ. മനു കാരണമല്ലേ അമ്മ ഞാനും ജീവിക്കുന്നത്. ആരോഗ്യം ഒരുപാട് സന്തോഷമായി. അമ്മ വിഷമിക്കണ്ട, അമ്മയ്ക്ക് എപ്പോ വേണം എന്നെ ഒന്ന് കാണാം. നീ പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞില്ലേ, ഇത് നിക്കടില്ല. പോവാ പോവാ. താങ്ക് യു. ഗംഭീരം ഗംഭീരം. എല്ലാവരും ലിവിംഗ് റൂമിൽ ഇരിക്കും. അയ്യോ ഞാൻ ആദ്യത്തിന് തന്നെ കരഞ്ഞു. കരയാൻ പഠിപ്പിച്ചത് അടിപൊളി അടിപൊളി. സിബിനെ
യു വേർ മെസ്മറൈസിങ്. അങ്ങോട്ട് ഇങ്ങോട്ട് കിട്ടുന്ന അങ്ങോട്ട് തരാൻ പറ്റും. മെസ്സേജ് ഓൾസോ നല്ല മെസ്സേജ് ആയിരുന്നു അത്. ഇങ്ങോട്ട് കിട്ടുന്ന അങ്ങോട്ട് താനെ വന്നു. ജാനു ഹെൽമെറ്റ് എന്നുള്ള മെസ്സേജ്. ചുമ്മയല്ല സ്റ്റേറ്റ് അവാർഡ് വീട്ടിന്റെ ഷോക്കേസ് ഇരിക്കും. പുറത്ത് അവാർഡോ അടുത്ത ഗബ്രിയുടെ വരും കേട്ടാ പെർഫോമൻസ്. ഗബ്രി പ്ലാൻ ചെയ്യണട്ടാ പ്ലാൻ ചെയ്യണം. ഇതേപോലത്തെ ഞാൻ പറയുന്നത് ഗബ്രി സാരം ചെയ്യുന്ന രസമായിരിക്കും. പക്ഷെ ഇവിടെ ഇമോഷൻ ചെയ്യണം. അല്ല നിനക്ക് അടിപൊളി നീ എന്നെ ഒരു ദിവസം ചെയ്ത് കാണിച്ചു നീ ഓർക്കുന്നോ? മൈക്രോഫോൺ എത്തിയത് കഴിഞ്ഞിട്ട് ക്ലൈമാക്സില് നിനക്ക്